من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا يخلق ما يشاء وهو العليم القدير. സമാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രായത്തിന്റെ വിവിധങ്ങളായ ഘട്ടങ്ങളിലൂടെ അവൻ സഞ്ചരിക്കുകയാണ്. ദുർബലതയിൽ നിന്ന് ആരംഭിച്ച് വീണ്ടും ദുർബലതയിലേക്ക് ആ ഒരു ചക്രത്തിലൂടെ അവൻ കടന്നു പോവുകയാണ്. ആമുഖമായി ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ച ആയത്ത് പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് റൂമിന്റെ 54-ാമത്തെ സൂക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് മനുഷ്യരെ ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാഹു അല്ലദീ ഖലഖകും മിൻ ളഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ. ദുർബലതയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. പിന്നീട് ആ ദുർബലതയ്ക്ക് ശേഷം നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവ് നൽകി, ശക്തി നൽകി. സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫൻ വശൈബ. ആ ശക്തിക്കും കഴിവിനും ശേഷം വീണ്ടും അവൻ നിങ്ങൾക്ക് ദുർബലതയും നരയും നൽകി. യഖ്ലുഖു മാ യശാ. അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അവൻ സൃഷ്ടിക്കുന്നു. വഹുവൽ അലീമുൽ ഖദീർ. അവൻ എല്ലാം അറിയുന്നവനും എല്ലാറ്റിനും കഴിവുള്ളവനുമാണ്. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ച് പറഞ്ഞയച്ചത് അങ്ങനെയാണ്. മാതാവ് പ്രസവിച്ച് യാതൊന്നിനും കഴിവില്ലാതെ സ്വന്തമായി മലമൂത്ര വിസർജനം അതൊന്നും വൃത്തിയാക്കാനോ ഒന്നിനും കഴിയാത്ത രൂപത്തിൽ ആ ശൈശവം പിന്നിട്ട് ബാല്യത്തിലേക്ക് പ്രവേശിച്ച് കൗമാരം പിന്നിട്ട് യുവത്വം എന്ന് പറയുന്ന തിളക്കമാർന്ന ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ പോവുകയാണ്. ഏറെ ശ്രദ്ധേയമായ മനുഷ്യ ജീവിതത്തിന്റെ ഒരു കാലഘട്ടമാണ് അവന്റെ യുവത്വം എന്ന് പറയുന്നത്.
മനസ്സ് കൊതിക്കുന്നത് പോലെ ജീവിക്കുവാനും സഞ്ചരിക്കുവാനും കാണുവാനും കേൾക്കുവാനും ചെയ്യുവാനുമെല്ലാം മനുഷ്യന് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരുപാട് കർമ്മശേഷി മനുഷ്യന്റെ ജീവിതത്തിൽ ഏത് രൂപത്തിലും അവന് ചെലവഴിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള ആളുകളെല്ലാം യുവാക്കളെ തേടിക്കൊണ്ടിരിക്കുന്നത്. നന്മയ്ക്ക് വേണ്ടിയും തിന്മയ്ക്ക് വേണ്ടിയും തേടുന്നവരുണ്ട്. ലിബറൽ ആശയങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി, മതനിരാസ കൂട്ടായ്മകൾക്ക് വേണ്ടി, കൊലയാളി രാഷ്ട്രീയങ്ങൾക്ക് വേണ്ടി, അരാഷ്ട്രീയ ചിന്തകൾക്ക് വേണ്ടി, രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, സാമൂഹ്യ വിരുദ്ധതയ്ക്ക് വേണ്ടി, തീവ്രവാദങ്ങൾക്ക് വേണ്ടി എല്ലാവരും തേടുന്നത് യുവാക്കളെയാണ്. എന്നാൽ ഈ ഒരു പ്രായത്തിൽ, ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു എനർജി, ഈ ഒരു ഊർജം നാം ചെലവഴിക്കേണ്ടത് എന്ന് വളരെ ചിന്തയോടുകൂടിയാണ് ഓരോ ചെറുപ്പക്കാരനും ഓരോ മനുഷ്യനും ഈ ഒരു കാലഘട്ടത്തെ വിനിയോഗിക്കേണ്ടത്. കാരണം ഈ ഒരു കാലഘട്ടത്തെ എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വിചാരണയ്ക്ക് വിധേയമാക്കുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നത് ലാ തസൂലു ഖദമു ബിനി ആദം യൗമൽ ഖിയാമത്തി മിൻ ഇൻദി റബ്ബിഹി ഹത്താ യുസ്അല അൻ ഖംസിൻ. 5 കാര്യങ്ങൾ ചോദ്യം ചെയ്യാതെ ആദമിന്റെ സന്തതികൾക്ക് അവരുടെ കാലെടുത്ത് വെക്കാൻ അന്ത്യനാളിൽ സാധിക്കുകയില്ല. ആ 5 കാര്യങ്ങൾ പറയുന്നത് അൻ ഉംരിഹി, അവന്റെ ആയുസ്സിനെ പറ്റിയാണ്. എങ്ങനെയാണ് അവന്റെ ആയുസ്, ഫീമ അഫ്ന, ആ ആയുസ് അവൻ എന്തിനാണ് വിനിയോഗിച്ചത് എന്നുള്ളതാണ്. വഅൻ ശബാബിഹി, അവന്റെ യുവത്വത്തെ പറ്റി ചോദിക്കും. ഫീമ അബ്ല, അവന്റെ യൗവനം എന്തിനാണ് അവൻ നശിപ്പിച്ചതെന്ന്. വമാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, അവന്റെ സമ്പത്തിനെ പറ്റി ചോദിക്കും. എവിടെ നിന്നാണ് അവന്റെ സമ്പത്ത് സമ്പാദിച്ചത്, ഏതൊരു മാർഗത്തിലാണ് അവന്റെ സമ്പത്ത് വിനിയോഗിച്ചത് എന്നും ചോദിക്കും. വമാദ അമില ഫീമ അലിമ, അവൻ അറിഞ്ഞ വിഷയത്തിൽ, അവൻ അറിവുള്ള കാര്യത്തിൽ അവൻ എങ്ങനെയാണ് അവൻ ആ ഒരു അറിവിനനുസരിച്ച് കൊണ്ട് ജീവിച്ചത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയ്ക്ക് വിധേയമാക്കും. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞെങ്കിൽ മാത്രമേ കാലെടുത്തു വെക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തിക്കോ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പ്രത്യേകമായി എടുത്തു പറയുന്നത് വശബാബക ഖബ്ല ഹർമിക, വാർദ്ധക്യം വരുന്നതിന് മുമ്പ്, വാർദ്ധക്യം വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ യൗവനത്തെ നിങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തിക്കോളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കതീറും മിനൻ നാസ്, 2 അനുഗ്രഹങ്ങളുണ്ട്. ആ 2 അനുഗ്രഹങ്ങളിൽ ജനങ്ങളിൽ മിക്ക ആളുകളും അശ്രദ്ധരാണ്. ഏതാണ് ആ 2 അനുഗ്രഹങ്ങൾ? അസ്സിഹ്ഹതു വൽ ഫറാഗ്, അത് ആരോഗ്യവും ഒഴിവു സമയവുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹമായി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇട്ടുതരുന്ന നമ്മുടെ യൗവനത്തെ, നമ്മുടെ ആരോഗ്യത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ചെലവഴിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന ആളുകളെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട്. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, അല്ലാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭിക്കാത്ത ദിവസം തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുമ്പോൾ അവിടുന്ന് പറയുന്ന ഒരു വിഭാഗം വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിനുള്ള ആരാധനയിൽ വളർന്ന ഒരു യുവാവ് എന്നുള്ളതാണ്. റബ്ബിനെ ആരാധിച്ചുകൊണ്ട്, അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ട് വളർന്ന ചെറുപ്പക്കാരൻ, യുവാവ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നന്നാവാൻ ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ, ആയുസ് ഇനിയും ഇങ്ങനെ നീണ്ടു കിടക്കുകയല്ലേ, ഇപ്പോൾ ഞാൻ ആസ്വദിക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ. നമുക്ക് എന്തുറപ്പാണുള്ളത് പ്രിയപ്പെട്ടവരെ? ഒരുപക്ഷെ ഒന്ന് തൗബ ചെയ്യാൻ പോലും സാധ്യമാവാത്ത രൂപത്തിൽ പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മളെ പിടികൂടുകയില്ല എന്ന് എന്തുറപ്പാണ് നമുക്കുള്ളത്? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഈ ഒരു ആഫിയത്ത്,
ഈ ഒരു ആയുസ് അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ ചെലവഴിക്കുവാൻ നമുക്ക് സാധിക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പറ്റി പരിശുദ്ധ ഖുർആൻ പ്രസ്താവിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫതൻ എന്നൊരു വാക്കാണ്, ഒരു ചെറുപ്പക്കാരൻ എന്നാണ്. ഇബ്രാഹിം നബി ദഅവത്ത് നടത്തുന്ന കാലഘട്ടം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ത്യാഗ പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്ന കാലഘട്ടത്തെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ ഫതൻ എന്ന വാക്ക്, ചെറുപ്പക്കാരൻ, യുവാവ് എന്ന വാക്ക് നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. ഈ രൂപത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്രമാത്രം വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി, എത്രമാത്രം വലിയ സൗന്ദര്യമാണ് നൽകിയത്. ഒരു മനുഷ്യനെ, ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോൾ സ്ത്രീകൾ തങ്ങളുടെ കൈവിരലുകൾ മുറിക്കുന്നത് അറിയാത്ത രൂപത്തിൽ അത്രമാത്രം വലിയൊരു സൗന്ദര്യം ഒരു ചെറുപ്പക്കാരന് ലഭിക്കുമെന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ സാഹചര്യങ്ങളും വന്നപ്പോഴും, എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയപ്പോഴും യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി وإلا تصرف عني كيدهن أسب إليهن وأكن من الجاهلين. യൂസുഫ് നബിയുടെ പ്രാർത്ഥനയാണ്, റബ്ബേ, ഈ സ്ത്രീകൾ എന്നെ ക്ഷണിക്കുന്ന മ്ലേച്ഛതയേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ കാരാഗൃഹത്തിൽ വസിക്കലാണ്, ഈ ജയിലാണ് റബ്ബേ എനിക്കിഷ്ടം. വ്യഭിചാരത്തെക്കാൾ, ഈ സ്ത്രീകൾ എന്നെ ക്ഷണിക്കുന്നതിനേക്കാൾ, അതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് ജയിലാണെന്ന് പ്രാർത്ഥിച്ച മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആലോചിച്ചു സഹോദരങ്ങളെ, ജീവിതത്തിൽ യുവത്വം തൊടുമ്പുന്ന കാലത്ത് വ്യത്യസ്തങ്ങളായ അവസരങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുതരും. എങ്ങനെയാണ് ആ സമയത്തെ, ആ സന്ദർഭത്തെ, ആ ആയുസ്സിനെ നാം വിനിയോഗിക്കുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചറിയുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി നമ്മൾ വായിക്കുകയാണ്. ആ അസ്ഹാബുൽ കഹ്ഫ് ആരായിരുന്നു? സ്വന്തം നാട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ ആ നാട്ടിൽ നിന്ന് പലായനം ചെയ്ത ആളുകൾ ഒരു ഗുഹയിൽ പ്രവേശിച്ച് അവിടെ നിന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. അവരെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത് നമുക്ക് കാണാം. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. നിശ്ചയമായും അവർ ചെറുപ്പക്കാരായിരുന്നു, നിശ്ചയമായും അവർ ചെറുപ്പക്കാരായിരുന്നു. അവരവരുടെ രക്ഷിതാവിൽ വിശ്വസിച്ചു. അങ്ങനെ അവർക്ക് നാം സന്മാർഗത്തെ വർദ്ധിപ്പിച്ചു കൊടുത്തു. ഈ രൂപത്തിൽ തങ്ങളുടെ ചെറുപ്പത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്തിന് വേണ്ടി വിനിയോഗിച്ചവർ ഒന്നും രണ്ടും ദിവസമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംരക്ഷിച്ചത് 3 നൂറ്റാണ്ടാണ്. ആ ഗുഹയിൽ അവർ കിടന്നുറങ്ങുന്നത് 3 നൂറ്റാണ്ട്, 300 വർഷം. പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ എത്രയോ ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നബുവത്ത് ലഭിക്കുന്ന പ്രായം 40-ാമത്തെ വയസ്സാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച് കടന്നു വരുന്ന സ്വഹാബത്തിന്റെ പ്രായം പരിശോധിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാരുടെ പ്രായം എന്ന് പറയുന്നത് അവരുടെ യൗവന കാലഘട്ടമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ രൂപത്തിൽ ഒരുപാട് ചരിത്രങ്ങൾ. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ റോമക്കാരനായിരുന്ന സുഹൈബ് മക്കയിൽ വന്ന് അധ്വാനിച്ച സമ്പാദ്യങ്ങൾ മുഴുവനും ആ മക്കക്കാർ പിടിച്ചു വെച്ചുകൊണ്ട് സുഹൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ എല്ലാ സമ്പാദ്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് വെറും കൈയോടുകൂടി പോകേണ്ടി വരും. അതല്ല, മുഹമ്മദിന്റെ മാർഗത്തെ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ കൂടിയാൽ ഏറ്റവും നല്ല രൂപത്തിൽ ഇവിടെ തന്നെ കഴിയാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ഏർപ്പെടുത്തി തരാമെന്ന് പറയുമ്പോൾ താൻ സഞ്ചരിക്കുന്ന ഒട്ടകത്തിന്റെ പുറത്തു നിന്ന് ഇറങ്ങി വന്ന് നടന്നുകൊണ്ട് മദീനയിലേക്ക് ഹിജ്റ പോയ സ്വഹാബിയാണ് മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ വിഷയത്തിലാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 207-ാമത്തെ ആയത്ത് അവതരിക്കുന്നത്. ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് സ്വന്തം ശരീരത്തെ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നവരാണവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് ഏറെ കൃപയുള്ളവനാണ്, വാത്സല്യമുള്ളവനാണ്. എല്ലാം ഉപേക്ഷിക്കുകയാണ്. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്വത്ത് കൊടുക്കുന്നു, ശരീരം കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്ന ആളുകളെ അല്ലാഹു തിരിച്ചറിയുന്നു. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അത് ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് തന്നെ അവതരിക്കുകയാണ്. മറ്റൊരു വചനം നമുക്ക് കാണാം, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ സമ്പത്തും അവരുടെ ശരീരവും കച്ചവടത്തിന് വാങ്ങിയിരിക്കുന്നു. പകരമായി അവർക്ക് നിശ്ചയമായും സ്വർഗ്ഗം നൽകുമെന്ന വാഗ്ദാനത്താൽ. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്പത്തും അവരുടെ ശരീരവും അവർ അല്ലാഹുവിനെ കച്ചവടം ചെയ്യുന്നവരാണ്. പകരമായി അവർക്ക് ലഭിക്കാനുള്ളത് ശാശ്വതമായ സ്വർഗമാണ്. ആ സ്വർഗത്തിന് വേണ്ടി തങ്ങളുടെ യൗവനത്തെ ചെലവഴിച്ച സ്വഹാബത്തിന്റെ ചരിത്രമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു കേൾപ്പിച്ചത്. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. സഅദ് റളിയല്ലാഹു അൻഹു മരിച്ചു പോകുന്നത് 34 വയസ്സ് പ്രായത്തിലാണ്. 6-7 കൊല്ലം മാത്രമാണ് ഇസ്ലാമിന്റെ ഭൂമികയിൽ അദ്ദേഹം ജീവിച്ചത്. ആ മഹാനായ സ്വഹാബിയെ പറ്റി, അദ്ദേഹത്തിന്റെ മരണത്തെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഇഹ്തസ്സ അർശുർ റഹ്മാനി ലിമൗതി സഅദ് ഇബ്നു മുആദ്. സഅദിന്റെ മരണത്താൽ പരമകാരുണികന്റെ അർശ് കുലുങ്ങിപ്പോയി. ആ അർശിനെ വഹിക്കുന്ന അതിശക്തരായ മലക്കുകൾ, ഒരു മലക്കിന്റെ ചെവിക്കുറ്റി മുതൽ ഷോൾഡർ വരെയുള്ള അകലം 500 വർഷത്തെ വഴി ദൂരമാണെന്ന് പഠിപ്പിക്കപ്പെടുമ്പോ അത്രമാത്രം അതിശക്തരായ അധികായരായ മലക്കുകൾ വഹിക്കുന്ന അല്ലാഹുവിന്റെ അർശ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണത്താൽ പ്രകമ്പനം കൊണ്ടുവെങ്കിൽ, കുലുങ്ങിപ്പോയി എങ്കിൽ, ഈ 6-7 കൊല്ലം കൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹു നേടിയെടുത്ത റബ്ബിന്റെ തൃപ്തി എന്താ? തൗഹീദിന്റെ മാർഗത്തിൽ പൊരുതിയ പൊരുതൽ പറയാം. നമുക്കറിയാം, ചരിത്രം പഠിക്കുമ്പോ ബനൂ അബ്ദുൽ അശ്ഹൽ ഗോത്രം, ഒരു ഗോത്രം മുഴുവനും സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ തൗഹീദി പ്രഭാഷണത്താൽ, തൗഹീദി പ്രബോധനത്താൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ രണാങ്കണത്തിലേക്ക് കുതിക്കുമ്പോ, അൻസാരികളോട് അഭിപ്രായം ചോദിക്കുമ്പോ, അവരുടെ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അതാ റസൂലുള്ളാഹിക്ക് ധൈര്യം പകർന്ന സ്വഹാബിയാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു. ആ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മലക്കുകൾ വഹിച്ചു. അദ്ദേഹത്തിന്റെ ജനാസ 70,000-ലധികം മലക്കുകളാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അവരാണ് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയെ വഹിച്ചത്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കുഴിക്കുന്ന സന്ദർഭത്തിൽ, ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ദറജ ഒന്നുകൂടി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പഠിപ്പിക്കുകയാണ്. ആരെങ്കിലും ഖബറിന്റെ കൂട്ടിപ്പിടുത്തത്തിൽ നിന്ന് ഖബറിലേക്ക് ആദ്യമായ ഒരു മനുഷ്യനെ എടുത്തു വെക്കുമ്പോ ഖബറിന്റെ ഇരുവശവും ആ മനുഷ്യനെ കൂട്ടിയിടിക്കുമെന്നാണ്, ഞെരുക്കിക്കളയുമെന്നാണ്. എന്നിട്ട് പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ എന്റെ സഅദ് രക്ഷപ്പെടുമായിരുന്നല്ലോ. ആ സഅദ് പോലും രക്ഷപ്പെടൂല. ആലോചിച്ചു സഹോദരങ്ങളെ, ഇന്നലിൽ ഖബരി ദംതാ ലൗ കാന അഹദുൻ നാജിയൻ മിൻഹാ നജാ സഅദ് ഇബ്നു മുആദ്. ആ ഒരു കൂട്ടിയിടുക്കം ഖബറിലേക്ക് എടുത്തു വെക്കുന്ന സമയത്ത് മരണവേദന പോലെ അനിവാര്യമായി ഓരോ മനുഷ്യനും അനുഭവിക്കേണ്ട ഒരു കുടുക്കം. അതിനുശേഷം വിശ്വാസമനുസരിച്ച്, അമലുകൾ അനുസരിച്ച് ഖബറിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത നൽകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കുന്നത് ആ കാര്യം അറിയിക്കുക എന്ന് മാത്രമല്ല, ആരെങ്കിലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടായിരുന്നെങ്കിൽ ഈ സഅദ് രക്ഷപ്പെടുമായിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, വെറും 6 കൊല്ലം 7 കൊല്ലം ജീവിച്ചപ്പോഴേക്കും അത്രമാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം നേടുവാൻ ഒരു ചെറുപ്പക്കാരന് സാധിച്ചെങ്കിൽ, അയാളുടെ യൗവനത്തിന്റെ 6-7 കൊല്ലം കൊണ്ട് അയാൾക്ക് നേടിയെടുക്കാൻ സാധിച്ചെങ്കിൽ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ അല്ലാഹുവിന്റെ ഭൂമിയിൽ എത്ര കൊല്ലമായി ജീവിക്കാൻ തുടങ്ങിയിട്ട്, എത്ര വർഷമായി നാം ജീവിക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ നമ്മുടെ ജീവിതത്തിന്റെ യൗവനം, നമ്മുടെ ജീവിതത്തിന്റെ നല്ല സമയം എന്റെ റബ്ബിന്റെ തൃപ്തിയിലായിട്ടാണ് ഞാൻ ചെലവഴിച്ചതെന്ന് പറയാൻ നമുക്ക് സാധിക്കുമെങ്കിൽ
പ്രിയപ്പെട്ടവരെ, നാം വിജയിച്ചു. ഇല്ലെങ്കിൽ റബ്ബിനോട് ഏറ്റുപറയുവാൻ, ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാറിന് ചോദിക്കുവാനും തൗബ ചെയ്യുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ രൂപത്തിൽ യൗവനത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മഹാനായ ജാബിഈ ഉഖബത്ത് ഇബ്നു നാഫി റഹിമഹുല്ലാഹ് അവിടുന്ന് തന്റെ 22ാമത്തെ വയസ്സിൽ ആഫ്രിക്കയിലേക്ക് ദഅവത്തിനായി പോകുമ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്ത് നിന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വല്ലാഹി ലൗ അഅലമു അന്ന വറാഅ ഹാദൽ ബഹരി അല്ലാഹ് ലഖുൽതുൽ ബഹറ ബിഫറസി ഹത്താ ഉഅലി അലൈഹാ കലിമതു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവാണ് സത്യം, ഈ കടലിനപ്പുറം ഒരു നാടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ നാട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യം ഉയർത്തുവാനായി എന്റെ കുതിരയുമായി കടലിലേക്ക് ഞാൻ ഊളിയിടുമായിരുന്നു. ഇതാണ് യുവത്വത്തിന്റെ നിശ്ചയദാർഢ്യം. ഈ രൂപത്തിൽ ആദർശബന്ധിതമായ ജീവിതം തീർക്കുന്ന തൗഹീദിന്റെ രംഗത്ത് പ്രബോധനത്തിന്റെ വീതിയിൽ വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടിടങ്ങുന്ന ചെറുപ്പത്തെയാണ് നാം കാത്തിരിക്കുന്നത്. ആ രൂപത്തിൽ നമ്മുടെ മക്കളും വളരേണ്ടതുണ്ട്, ആ രൂപത്തിൽ അവരെ വളർത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നീങ്ങുന്ന സത്യവിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വൽ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين برضا الله. أما بعد. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികൾ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. ഒരു കാര്യം പ്രത്യേകമായി സൂചിപ്പിക്കുവാനുള്ളത്, വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് പങ്കെടുക്കുക എന്നുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫറള് എന്നത് മാത്രമല്ല, വളരെ ഗൗരവമേറിയ വിഷയമാണ്. എത്രമാത്രം നേരത്തെ വരാൻ സാധിക്കുമോ അത്രമാത്രം നേരത്തെ വരിക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഇമാമ മിമ്പറിൽ കയറുന്നതിന് മുമ്പ് വരിക എന്നുള്ളത് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. പള്ളിയുടെ വാതായനങ്ങളിൽ നിൽക്കുന്ന മലക്കുകൾ ആദ്യം കയറി വരുന്ന ആളുകളെ ഇങ്ങനെ അവരുടെ രേഖകളിൽ രേഖപ്പെടുത്തി വെച്ച് ഇമാം മെമ്പറിൽ കയറുമ്പോൾ അവരവരുടെ രേഖകൾ പൂട്ടിവെച്ചുകൊണ്ട് അവരും ഒരു ഖുതുബ ശ്രവിക്കുന്നതിന് വേണ്ടി കയറിയിരിക്കുന്നതാണ്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, മലക്കുകൾ കയറിയിരുന്നിട്ട് പോലും നമുക്കെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മുടെ വീട് ഈ മതിലിനപ്പുറത്താണ്, നമുക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല. എത്രമാത്രം ഗൗരവപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് വീണ്ടും അതിന്റെ ഗൗരവം ചോർന്നു പോകാതെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കഴിവിന്റെ പരമാവധി ഇമാമ മിമ്പറിൽ കയറുന്നതിന് മുമ്പെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് പള്ളിയിൽ വെള്ളിയാഴ്ച ജുമുഅക്ക് എത്താൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, MGM വളരെ വലിയൊരു ക്യാമ്പയിൻ വികലമാക്കരുത് വിവാഹ വിശുദ്ധി എന്ന പ്രമേയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിപ്പോരുകയാണ്. ഇടവണ്ണ മണ്ഡലത്തിന്റെ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഇടവണ്ണ ഇസ്ലാഹിയ മദ്രസയിൽ വെച്ചാണ്. ഐഷ ചെറുമുക്കാണ് സംസാരിക്കുന്നത്. എല്ലാ സഹോദരിമാരും, ഹൈസ്കൂൾ തലം മുതലുള്ള വിദ്യാർത്ഥിനികളും അതിൽ നിർബന്ധമായും നമ്മുടെ മഹലിൽ നിന്ന് പങ്കെടുക്കണം. സഹോദരന്മാരോട് സൂചിപ്പിക്കുവാനുള്ളത്, വീട്ടിലെ ഭാര്യമാരെയും നമ്മുടെ പെൺമക്കളെയും അവിടെ നമ്മൾ എത്തിക്കണം. ഈ പ്രമേയങ്ങളും ഇതുപോലെയുള്ള സന്ദേശങ്ങളും ഒക്കെ നമ്മുടെ മക്കൾ അറിയണം, അവർ പഠിക്കണം. അങ്ങനെയുള്ള ഒരു തലമുറയിൽ മാത്രമാണ് നമുക്ക് പ്രതീക്ഷയുള്ളത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ നമ്മുടെ കളക്ഷൻ MSMന്റെ മണ്ഡലം സമ്മേളനത്തിന് വേണ്ടിയുള്ളതാണ്. കഴിവിന്റെ പരമാവധി എല്ലാവരും സഹകരിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ സൽപ്രവർത്തനങ്ങളും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ.